Hi all, welcome to Region PSK classes. I'm Sonny C. Francis, your chemistry teacher. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, ഹൈഡ്രജൻ. അതിൻ്റെ രണ്ട് പാർട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ആൻഡ് ദിസ് ഈസ് എ തേർഡ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ഹൈഡ്രജൻ. നമ്മൾ എന്തൊക്കെയായിരുന്നു ഹൈഡ്രജൻ പാർട്ട് 1 വീഡിയോയിലും പാർട്ട് 2 വീഡിയോയിലും കണ്ടതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹൈഡ്രജൻ്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഒക്കറൻസ് ഓഫ് ഹൈഡ്രജനെ കുറിച്ച് പറഞ്ഞു, ആ പേരെങ്ങനെ വന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഹൈഡ്രജൻ്റെ 3 ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയത്തെക്കുറിച്ച് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഡിസ്കസ്ഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. അല്ലേ, ഹൈഡ്രജൻ്റെ പ്രിപ്പറേഷനിൽ ലാബിൽ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷൻസ്, അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ മാനുഫാക്ചറിങ് ടെക്നിക്സ്, അതെല്ലാമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാനുഫാക്ചറിങ് ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബോഷ് പ്രോസസ്. സോ ബോഷ് പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബോഷ് പ്രോസസ്, ഈ ബോഷ് പ്രോസസ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത് 2 സ്റ്റേജുകളുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് 2 സ്റ്റേജസ്. അപ്പോൾ ഏതാണ് ആ 2 സ്റ്റേജുകൾ? ആദ്യം നമുക്ക് അതിൽ സ്റ്റേജ് 1 എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റേജ് 1 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസിനെ നമുക്ക് സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഷോർട്ടാക്കിയിട്ട് സിൻ ഗ്യാസ് എന്നും വിളിക്കാവുന്നതാണ്. സോ ഇതിൻ്റെ പ്രിപ്പറേഷനാണ് ഒന്നാമത്തെ സ്റ്റേജ്. പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ്, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിൻ ഗ്യാസ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്? എന്താണ് ഈ സാധനം എന്ന് ആദ്യം അറിയാം. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്. ഓക്കെ, ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യം, ഈ വാട്ടർ ഗ്യാസിനെ വിളിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കും, അതിനെ ഷോർട്ടാക്കിയിട്ട് സിൻ ഗ്യാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിനെ സിന്തസിസ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്? ഒരുപാട് കോമ്പൗണ്ടുകളുടെ സിന്തസിസിൽ നമ്മൾ ഈ വാട്ടർ ഗ്യാസിനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ഗ്യാസിനെ സിന്തസിസ് ഗ്യാസ് എന്ന പേരിൽ വിളിക്കുന്നത്. വൈകാതെ നിങ്ങൾക്ക് കാണാം മീഥൈൽ ആൽക്കഹോൾ, അതേപോലെ തന്നെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഈ വാട്ടർ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ വി ആർ കോളിംഗ് വാട്ടർ ഗ്യാസ് ആസ് സിന്തസിസ് ഗ്യാസ്. ഇൻ ഷോർട്ട് വി ക്യാൻ കോൾ ഇറ്റ് ആസ് സിൻ ഗ്യാസ്. സോ നമുക്ക് ആദ്യം സിന്തസിസ് ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാം, അല്ലേ? അപ്പോൾ ചോദിക്കും, ഈ സിന്തസിസ് ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്ക് ആരെ കിട്ടിക്കഴിഞ്ഞു? ഹൈഡ്രജനെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സ്റ്റേജ് 2 എന്ന് പറയുന്നത്? സ്റ്റേജ് 2 എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. സെപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്രം വാട്ട്? ഫ്രം വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസിൽ നിന്നും ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സ്റ്റേജാണ് രണ്ടാമത്തത്. അപ്പോൾ ബോഷ് പ്രോസസ്സിനകത്ത് 2 സ്റ്റേജുകൾ കേട്ടോ. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ വാട്ടർ ഗ്യാസിൽ നിന്നും ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. എങ്കിൽ നമുക്കതിലെ ഒന്നാമത്തെ സ്റ്റേജ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറഞ്ഞ ആളെ പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ, വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് അല്ലെങ്കിൽ സിൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡിൻ്റെ പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. എന്താ മെത്തേഡിൻ്റെ പേര്? കോൾ ഗ്യാസിഫിക്കേഷൻ. കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ? ചുട്ട് പഴുത്തിരിക്കുന്ന കാർബൺ, റെഡ് ഹോട്ട് കോക്ക്, ആ കാർബണിൻ്റെ മേലെ കൂടെ സ്റ്റീമിനെ പാസ് ചെയ്യും. സ്റ്റീം മീൻസ് വാട്ടർ വേപ്പർ at a very high temperature of 1270 Kelvin. അങ്ങനെ ഈ 1270 കെൽവിനിൽ ചുട്ട് പഴുത്തിരിക്കുന്ന കാർബണിൻ്റെ മേലെ കൂടെ വാട്ടർ വേപ്പറിനെ പാസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് വാട്ട്? നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് കാർബൺ മോണോക്സൈഡ് അലോങ് വിത്ത് ഹൈഡ്രജൻ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് നത്തിങ് ബട്ട് വാട്ടർ ഗ്യാസ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ്. നൗ വാട്ട് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്? രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരാണ് വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരാണ് സ്റ്റീം റിഫോമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ. വാട്ട് ഈസ് ഇറ്റ്? സ്റ്റീം റിഫോമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേരെന്തായിരുന്നു പറഞ്ഞേ? സ്റ്റീം റിഫോമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ.
സ്റ്റീം റിഫോമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ. ഈ സ്റ്റീം റിഫോമിംഗ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പേരിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. സ്റ്റീം എന്ന് പറഞ്ഞാൽ വാട്ടർ വേപ്പർ, ആൻഡ് ഇറ്റ് ഹാസ് ബീൻ മിക്സ്ഡ് വിത്ത് ഹൈഡ്രോ കാർബൺ. സ്റ്റീമിനെ ആരുമായി മിക്സ് ചെയ്യാൻ പോവുകയാണ്? ഹൈഡ്രോ കാർബണുമായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നേരത്തെ പറഞ്ഞ ആ 1270 കെൽവിൻ ടെമ്പറേച്ചറിൽ നിക്കൽ എന്ന കാറ്റലിസ്റ്റിന് മേലെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യും. നിക്കൽ എന്ന കാറ്റലിസ്റ്റിന് മേലെ കൂടെ പാസ് ചെയ്യും. ദെൻ വി ക്യാൻ സീ വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. സ്റ്റീം റിഫോമിങ്ങിൻ്റെ ഒരു റിയാക്ഷനാണ് ഞാൻ പറയുന്നത്. CnH2n+2. ഓക്കെ, CnH2n+2. So this is a hydrocarbon and it has been mixed with steam. Steam means water vapor. And we are passing it over nickel catalyst at a temperature of 1270 Kelvin. So that what will happen? You will get water gas, and that is nothing but NCO plus 2n plus 1 H2. എന്ത് കിട്ടും? വാട്ടർ ഗ്യാസിന് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഇതെന്താ എഴുതിയിരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. Let us consider methane, so that n value is equal to 1. So here also 1, therefore 1 molecule of steam has been mixed and it is passed over nickel at a temperature of 1270 Kelvin. So that you will get what? Carbon monoxide along with carbon monoxide, put n is equal to 1, therefore you will get 3H2. Balanced alli nokiye 4 plus 2, 6 hydrogen, and there is one oxygen, it has been balanced. So this is a equation which we are used to balance the steam reforming of hydrocarbon. അപ്പോൾ ഹൈഡ്രോകാർബണെ സ്റ്റീമുമായി മിക്സ് ചെയ്ത് നിക്കൽ എന്ന കാറ്റലിസ്റ്റിന് മേലെ കൂടെ 1270 കെൽവിനിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ടർ ഗ്യാസ്. ഇതാണ് വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു ദ 2 മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ്. ഇന്ന് കാലത്ത് വാട്ടർ ഗ്യാസിനെ വേറെ ഒരുപാട് മെത്തേഡുകളിലൂടെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഫ്രം സ്ക്രാപ്പ് വുഡ്, അതുപോലെ തന്നെ സോഡസ്റ്റ്, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ പല സോഴ്സുകളിൽ നിന്നായിട്ട് ഇന്ന് ആരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റേജ് 1 ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ആൻഡ് വാട്ട് ഈസ് സ്റ്റേജ് 1? പ്രിപ്പറേഷൻ ഓഫ് വാട്ടർ ഗ്യാസ്. നമ്മൾ വാട്ടർ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പ്രശ്നം ഹൈഡ്രജൻ്റെ കൂടെ ആരുണ്ട്? കാർബൺ മോണോക്സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് സ്റ്റേജ് 2? എന്തായിരുന്നു സ്റ്റേജ് 2 എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്രം വാട്ടർ ഗ്യാസ്. ദാറ്റ് ഈസ് സ്റ്റേജ് 2. സെപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ഫ്രം വാട്ട്? ഫ്രം വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസിൽ നിന്നും നമ്മൾ ഹൈഡ്രജനെ എന്ത് ചെയ്യാൻ പോവാണ്? സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. കുട്ടികളെ, വാട്ടർ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സ്ചറാണ്, അല്ലേ? ഇതിൽ നിന്നും ഹൈഡ്രജനെ നേരിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ വാട്ടർ ഗ്യാസിനകത്തുള്ള കാർബൺ മോണോക്സൈഡിനെ എന്താക്കി മാറ്റണം? കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റണം. അപ്പോൾ ഈ സ്റ്റേജ് 2-നകത്ത് 2 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? സ്റ്റെപ്പ് 1. ഒന്നാമത്തെ സ്റ്റെപ്പ് കൺവേർഷൻ ഓഫ് അറിയാവോ? കൺവേർഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് പ്രസൻറ്റ് ഇൻ ഏതിലുള്ളത്? പ്രസൻറ്റ് ഇൻ വാട്ടർ ഗ്യാസ് ടു കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, വാട്ടർ ഗ്യാസിനകത്ത് കണ്ടുവരുന്ന കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡയോക്സൈഡാക്കി മാറ്റലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് വാട്ടർ ഗ്യാസ്, വെരി ഇമ്പോർട്ടൻറ്റ്, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഓക്കെ, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഇതിലെന്താണ് നമ്മൾ ചെയ്യുന്നത്? വാട്ടർ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എടുത്തിട്ട് അതിനെ സ്റ്റീമുമായി മിക്സ് ചെയ്ത് അയേൺ ക്രോമേറ്റ് എന്ന കാറ്റലിസ്റ്റിൻ്റെ മേലെ കൂടെ 673 കെൽവിനിൽ പാസ് ചെയ്യും. സോ വാട്ടർ ഗ്യാസ് ഹാസ് ബീൻ മിക്സ്ഡ് വിത്ത് സ്റ്റീം ആൻഡ് പാസ്ഡ് ഓവർ അയേൺ ക്രോമേറ്റ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 673 കെൽവിൻ. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നോക്കൂ, നമ്മുടെ വാട്ടർ ഗ്യാസിനകത്തെ കാർബൺ മോണോക്സൈഡ്, സോ ദിസ് ഈസ്
the carbon monoxide which is supposed to be present in where? Water gas. വാട്ടർ ഗ്യാസിനകത്തെ കാർബൺ മോണോക്സൈഡ് ഈ പറഞ്ഞ സ്റ്റീമുമായി ചേർന്ന് അയേൺ ക്രോമേറ്റ് FeCrO4 അയേൺ ക്രോമേറ്റ് എന്ന കാറ്റലിസ്റ്റും 673 കെൽവിൻ ടെമ്പറേച്ചറും സോ ദാറ്റ് ഈ ഓക്സിജനെ കാർബൺ മോണോക്സൈഡ് എടുത്തിട്ട് ഇതാരായി മാറും? കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമായി മാറും. ഓക്കെ, അപ്പോൾ വാട്ടർ ഗ്യാസിനകത്തുള്ള കാർബൺ മോണോക്സൈഡ് എന്തായി മാറിക്കഴിഞ്ഞു? കാർബൺ ഡയോക്സൈഡായി മാറിക്കഴിഞ്ഞു. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ്, മറന്നു കളയരുത്, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മുടെ കൈവശം ഇപ്പോൾ എന്താ ഉള്ളത്? കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ചേർന്നൊരു മിക്സ്ചറാണ് നമ്മുടെ കൈവശമുള്ളത് അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? അതാണ് സ്റ്റെപ്പ് 2. നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഈ മിക്സ്ചറിൽ നിന്നും ഹൈഡ്രജനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ബാക്കി ഉണ്ടാവുക ഹൈഡ്രജൻ മാത്രമാണല്ലോ. സോ ലെറ്റ് us enter into the second step. So what is the second step? എന്താണ് ആ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത്. ഹിയർ ഐ എം ഗോയിങ് ടു ഷോ യു ദ സെക്കൻഡ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ്. വാട്ട് ഈസ് ഇറ്റ്? റിമൂവൽ ഓഫ് carbon dioxide from the gaseous mixture. Removal of carbon dioxide from the gaseous mixture. ഗ്യാഷ്യസ് മിക്സ്ചറിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് 2 രീതിയിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. 2 രീതിയിൽ. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മുടെ കൈവശം ഇപ്പോൾ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനും ചേർന്ന മിക്സ്ചർ അല്ലേ ഉള്ളത്. ഇതിനെ ഹൈ പ്രഷറിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക അറ്റ് എ പ്രഷർ ഓഫ് അബൌട്ട് 30 അറ്റ്മോസ്ഫിയർ. 30 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ ഈ മിക്സ്ചറിനെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. സോ ദാറ്റ് കാർബൺ ഡയോക്സൈഡ് വിൽ ബി ഡിസോൾവ് ഇൻ വാട്ടർ, ലിവിങ് ഹൈഡ്രജൻ ഫ്രീ. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും, ഹൈഡ്രജൻ ഫ്രീ ആയി പുറത്തേക്ക് വരും. സോ വി ഗോട്ട് ഹൈഡ്രജൻ, റൈറ്റ്? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സോഡിയം ആർസനൈഡ് സൊല്യൂഷനുമായിട്ട് ഇതിനെ സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക. സോഡിയം ആർസനൈഡ് Na3ASO3. സോഡിയം ആർസനൈഡ് സൊല്യൂഷനുമായിട്ട് ഇതിനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് വിൽ ബി അബ്സോർബ്ഡ്. കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യപ്പെടും? അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ ആര് പുറത്തേക്ക് ഫ്രീ ആയിട്ട് വരും? ഹൈഡ്രജൻ പുറത്തേക്ക് ഫ്രീ ആയിട്ട് വരും. സോ ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് removal of carbon dioxide from the gaseous mixture. That is the step 2, and at the end of the step 2 we got hydrogen. നമുക്ക് ആരെ കൈവശം കിട്ടും? ഹൈഡ്രജനെ കൈവശം കിട്ടും. This method is what we are calling as Bosch process. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Bosch process എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ഈ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോ ലെറ്റ് us discuss the next part. ഞാനിപ്പോൾ എടുത്ത ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഹൈഡ്രജൻ പോലുള്ള ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. സോ നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ ഭാഗം എവിടെയാണെന്നുള്ളത്. ഹിയർ യു ക്യാൻ സി ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. അതിൽ നമ്മൾ ലാബിലെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞാണ്. കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജനിൽ ആദ്യത്തെ ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. Then high purity hydrogen കിട്ടുന്ന മെത്തേഡ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സി സോഡിയം ഹൈഡ്രോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ആസ് എ ബൈ പ്രൊഡക്റ്റ് ഹൈഡ്രജൻ ആസ് എ ബൈ പ്രൊഡക്റ്റ്. ആൻഡ് ഹിയർ ഈസ് എ മെത്തേഡ് വാട്ട് വി ആർ കോളിംഗ് ആസ് ബോഷ് പ്രോസസ് വി ജസ്റ്റ് ഡിസ്കസ്ഡ്. അവിടെ നിങ്ങൾക്ക് വിശദമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ബോഷ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവരിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യു ക്യാൻ സി ദ വേരിയസ് ടേംസ് ഓവർ ഹിയർ. ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് steam reforming of hydrocarbon, and this mixture is what we are calling as water gas, and this is in short we are calling as synthesis gas or syn gas. And nowadays it has been prepared from sewage, sawdust, scrap wood, newspapers. Newspaper means newspaper ന്റെ പൾപ്പിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. Then carbon ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്ടർ ഗ്യാസ് ഉണ്ടാക്കാം, and there the reaction is known as cold gasification. And then again you can see വാട്ടർ ഗ്യാസിനകത്തെ കാർബൺ മോണോക്സൈഡിനെ സ്റ്റീമുമായി മിക്സ് ചെയ്തിട്ട് 673 കെൽവിൻ ടെമ്പറേച്ചറിൽ അയേൺ ക്രോമേറ്റ് എന്ന കാറ്റലിസ്റ്റിന് മേലെ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജനുമായി മാറും. ദ റിയാക്ഷൻ ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ദെൻ ഇതിനകത്തെ കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്ന ഒരു മെത്തഡ് പറഞ്ഞിട്ടുണ്ട്, ബൈ സ്ക്രബിംഗ് ഇറ്റ് വിത്ത് സോഡിയം ആർസനൈഡ് സൊല്യൂഷൻ സോ ദാറ്റ് കാർബൺ ഡയോക്സൈഡ് വിൽ ബി absorbed. Then after that you can see a paragraph and it represents
ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഹൈഡ്രജനിലെ 77% ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ്. 18% പ്രൊഡ്യൂസ് ചെയ്യുന്നത് കോളിൽ നിന്നാണ്. 4% ആണ് എക്വസ് സൊല്യൂഷൻസ് ആൻഡ് ഇലക്ട്രോളസിസ് വഴി പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് റിമൈനിങ് 1% ഫ്രം അതർ സോഴ്സസ്. ഇത് പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ജോയിൻ ഹിയർ ഫോർ എൻട്രൻസ്, റൈറ്റ്? സോ എൻട്രൻസിന് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരിയും കുട്ടി അറിഞ്ഞിരിക്കണം എന്നാണ് പറയാം. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെച്ചേക്ക്, ചോദിച്ചുകൂടായികയില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ. ആൻഡ് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ ഇൻ ഡീറ്റെയിൽ. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ രണ്ട് തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആസ് യു ഓൾ നോ, വൺ ഈസ് നോൺ ആസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് അതർ ഈസ് നോൺ ആസ് chemical properties. So what are the physical properties of hydrogen? You know certain physical properties. Hydrogen is a colorless, നിറമില്ല, odorless, tasteless, combustible gas. നിറമോ മണമോ അല്ലെങ്കിൽ ടേസ്റ്റോ ഒന്നുമില്ലാത്തൊരു ഗ്യാസാണ്, കമ്പസ്റ്റബിൾ ഗ്യാസാണ്, വേഗം തീ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജനെ ഇൻഫ്ലേമബിൾ എയർ എന്ന് പണ്ട് കാവൻഡിഷ് വിളിച്ചത്, ഓർമ്മയുണ്ടോ? പിന്നീട് ലെവോയ്സിയർ അതിന് എന്ത് പേര് കൊടുത്തു എന്നാണ് പറഞ്ഞത്? ഹൈഡ്രോജൻ, വാട്ടർ പ്രൊഡ്യൂസർ എന്ന അർത്ഥത്തിൽ ഹൈഡ്രോജൻ എന്ന പേര് കൊടുത്തു. ഇത് എയറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഇത് അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറിൽ പോയി നിൽക്കും എന്ന് നമ്മൾ പറഞ്ഞത്, എക്സോസ്ഫിയറിൽ. ദെൻ ഇതിൻ്റെ മറ്റു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൺ കമ്പാരിസൺ വിത്ത് ഡ്യൂട്ടീരിയം ആൻഡ് ഓൾ നമ്മൾ ഓൾറെഡി അത് ആ ടേബിളിൽ പറഞ്ഞതാണ്. ഏത് പ്രോപ്പർട്ടി എടുത്താലും പ്രോട്ടിയത്തേക്കാൾ കൂടുതലായിരിക്കും ഡ്യൂട്ടീരിയത്തിന്, ഡ്യൂട്ടീരിയത്തേക്കാൾ കൂടുതലായിരിക്കും ട്രിഷ്യത്തിന്, രണ്ടെണ്ണം ഒഴികെ എന്ന് പറഞ്ഞു. ഒന്നേതായിരുന്നു? റിലേറ്റീവ് അബണ്ടൻസും മറ്റൊന്ന് ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസും. ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കെമിക്കൽ റിയാക്ഷൻസ് തന്നെയാണ് ഉദ്ദേശിക്കണേ, കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞതിൻ്റെ അകത്തെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഡോണ്ട് യു സീ ദാറ്റ്? ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് വെരി ലാർജ്. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി സിംഗിൾ ബോണ്ടുകളുടെ കേസിൽ അതീവ വലിയൊരു വാല്യൂ ആണ്. അതായത് ക്ലോറിൻ ക്ലോറിൻ സിംഗിൾ ബോണ്ടിനേക്കാൾ, ഫ്ലൂറിൻ ഫ്ലൂറിൻ സിംഗിൾ ബോണ്ടിനേക്കാൾ ഒക്കെ ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഹൈഡ്രജന് കൂടുതലാണ്. അതിന് കാരണം ഹൈഡ്രജൻ കുഞ്ഞാറ്റാണ്, അപ്പോൾ അവർ വളരെ ക്ലോസ് ആയിട്ടിരിക്കും. അപ്പോൾ അവർക്കിടയിലുള്ള സിംഗിൾ ബോണ്ട് ലെങ്ത്ത് വളരെ കുറഞ്ഞൊരു ബോണ്ടാവും അല്ലേ? അപ്പോൾ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യാണ്? അതിഭയങ്കരമായി കൂടുകയാണ്. അപ്പോൾ സിംഗിൾ ബോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് പൊസസ് എ വെരി ഹൈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അതുകൊണ്ട് ഇവർ പറയുന്നത് ഈ ഒരു റീസൺ കാരണം കൊണ്ട് തന്നെ ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസായി മാറും. അറൗണ്ട് 2000 കെൽവിനിൽ ഈ പ്രോസസ്സ് ഏതാണ്ട് 0.081% നടക്കുള്ളൂ എന്നും അത് 5000 കെൽവിൻ എന്ന ടെമ്പറേച്ചറാക്കി മാറ്റിയാൽ 95.5%ഓളം ഡിസോസിയേറ്റ് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നു. അതേസമയം റൂം ടെമ്പറേച്ചറിൽ ഇവർ പൊതുവെ ഇനേർട്ടായിട്ടാണ് ഇരിക്കുക. കാരണം ഞാൻ പറഞ്ഞു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായതുകൊണ്ടാണ്. ഓക്കെ, വളരെ കൂടുതലായതുകൊണ്ട്. നൗ ലെറ്റ് us discuss the next topic. അടുത്ത ഭാഗം നോക്കാം. Here we can see the next properties. Here we can see atomic ഹൈഡ്രജൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഹൈ ടെമ്പറേച്ചർ വേണം. അതിന് ഇലക്ട്രിക് ആർക്കിൻ്റെയും അതേപോലെ തന്നെ UV റേഡിയേഷൻസിൻ്റെ ഒക്കെ പ്രസൻസ് വേണമെന്ന് പറയുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ബോണ്ട് ഹൈലി സ്ട്രോങ് ആണ്. സിംഗിൾ ബോണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ, ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, അതിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയായിരിക്കും റിയാക്ഷനിൽ പങ്കെടുക്കുക? യുനോ ഇവൻ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ ആരായി മാറും? H+ ആയി മാറും. അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ സ്വീകരിക്കാം, ഇലക്ട്രോണെ സ്വീകരിച്ചാൽ ആരായി മാറും? H- ആയി മാറും. അല്ലെങ്കിൽ ആ ഇലക്ട്രോണെ ഷെയർ ചെയ്യാം. കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചില്ലേ, കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കാം എന്നർത്ഥം. അപ്പോൾ ഹൈഡ്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഹൈഡ്രജൻ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ വിട്ടുകൊടുക്കും, അപ്പോൾ H+. ചിലപ്പോൾ സ്വീകരിക്കും, ഒരെണ്ണത്തിനെ സ്വീകരിക്കും, അപ്പോൾ H-. ചിലപ്പോൾ ആ ഒരു ഇലക്ട്രോണെ മറ്റേ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോണുമായിട്ട് ഷെയർ ചെയ്യും, അപ്പോൾ എന്തുണ്ടാവും? കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ വേരിയസ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ. വേഗം നോക്കാം. ദ വെരി ഫസ്റ്റ് വൺ, ഏറ്റവും ആദ്യത്തേത്,
യു ക്യാൻ സീ റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹലജൻസ്. ഹലജൻസുമായുള്ള ഹൈഡ്രജൻ്റെ റിയാക്ഷനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. H2 plus X2 gives 2HX. X ആരാ മക്കളെ? ഹലജൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. ആ ഹലജനുകളെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ഹലജൻസുമായി റിയാക്ട് ചെയ്താൽ HX ഫോം ചെയ്യും, ഹൈഡ്രജൻ ഹാലൈഡ്. ഇതിനെപ്പറ്റി പറയുന്നത് ഹൈഡ്രജൻ ഫ്ലൂറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല, ലൈറ്റിൻ്റെ പ്രസൻസോ ഒന്നും വേണ്ട, ഇരുട്ടത്ത് പോലും ആ റിയാക്ഷൻ നടക്കും. പക്ഷേ ക്ലോറിനും ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യമാണ്. അതേസമയം അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഒരു കാറ്റലിസ്റ്റ് വേണത്രേ, അല്ലെങ്കിൽ അയോഡിനുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവില്ല എന്നാണ് പറയണേ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ ഹൈഡ്രജൻ ആരായിട്ട് റിയാക്ട് ചെയ്യണേ? ഫ്ലൂറിൻ. ഫ്ലൂറിനേക്കാൾ പതുക്കെ മാത്രമേ ക്ലോറിനുമായി റിയാക്ട് ചെയ്യൂ. ക്ലോറിനേക്കാൾ പതുക്കെയാണ് ബ്രോമിനുമായി റിയാക്ട് ചെയ്യുക. ബ്രോമിനേക്കാൾ പതുക്കെയാണ് അയോഡിനുമായുള്ള റിയാക്ഷൻ. അപ്പോൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹലജൻസ് കിട്ടിയോ? എന്താണ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹലജൻസ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹലജൻസ്? ഞാനിവിടെ എഴുതാം. ഏറ്റവും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഫ്ലൂറിനുമായിട്ട്. ഫ്ലൂറിനേക്കാൾ സ്ലോയിലാണ് ക്ലോറിനുമായി റിയാക്ട് ചെയ്യുക. ക്ലോറിനേക്കാൾ സ്ലോയിലാണ് ബ്രോമിനുമായി റിയാക്ട് ചെയ്യുക. ഏറ്റവും സ്ലോയിൽ റിയാക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? അയോഡിനുമായിട്ടാണ്. ഓക്കെ, സോ കീപ്പ് ഇൻ യുവർ മൈൻഡ് ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹൈഡ്രജൻ വിത്ത് ഹലജൻസ്. നൗ നെക്സ്റ്റ് വൺ, അടുത്ത ഏതാണ്? യു ക്യാൻ സി ഹിയർ ദ നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ഓക്സിജൻ. ഹൈഡ്രജൻ ആരുമായി റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു. യു ക്യാൻ സീ ഹിയർ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കത്തുന്നു എന്ന് വിചാരിച്ചോളൂ. ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഫോംഡ്? വാട്ടർ. ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ് വാട്ടർ. ആൻഡ് യു സീ ദിസ് എൻതാൽപ്പി. ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഈസ് നെഗറ്റീവ്, isn't it? ചേഞ്ച് ഇൻ എൻതാൽപ്പി നെഗറ്റീവ് ആയാൽ അതിൻ്റെ അർത്ഥം പറയൂ. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയാൽ ദാറ്റ്സ് ഇറ്റ്, എക്സോതെർമിക് റിയാക്ഷൻ. എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് വാട്ടർ ഉണ്ടാവുന്ന റിയാക്ഷൻ ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. ദെൻ യു ക്യാൻ സി റിയാക്ഷൻ വിത്ത് നൈട്രജൻ. അത് വളരെ പോപ്പുലർ ആയ ഒരു റിയാക്ഷനാണ്. നൈട്രജനുമായി ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ഫോം ചെയ്യും? അമോണിയ. And see the enthalpy of this reaction also. You can see it is negative, which means the reaction is exothermic. അല്ലേ? ഹീറ്റ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അങ്ങനെ എക്സോതെർമിക് ആയ റിയാക്ഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്താ? ടെമ്പറേച്ചറിനെ കുറയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടെമ്പറേച്ചർ 673 Kelvin ആണ്. റീസൺ ഞാൻ പറയണോ? ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ ലെ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ ഇവിടെ നിങ്ങൾ കാരണം കണ്ടതല്ലേ? എന്താണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല. അതായത് നൈട്രജനിലെ ട്രിപ്പിൾ ബോണ്ടും ഹൈഡ്രജനിലെ സിംഗിൾ ബോണ്ടും അതീവ ശക്തമാണ്. അത് പൊട്ടിയാൽ മാത്രമേ ഇവർക്കിടയിൽ റിയാക്ഷൻ നടക്കുകയുള്ളൂ. അത് പൊട്ടാൻ വേണ്ടിയാണ് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചറായ 673 Kelvin മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നത്. റൈറ്റ്? അപ്പോൾ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിലും ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചതാണ്. ഈ മെത്തേഡിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, ഹാബർ പ്രോസസ്. ഹാബർ പ്രോസസ്. ഇക്വിലിബ്രിയം റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തത്? എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈ പ്രഷർ യൂസ് ചെയ്യുന്നത്. സോ സിസ്റ്റം വിൽ ട്രൈ ടു ലോവർ ദ വോളിയം. വോളിയം കുറയ്ക്കാൻ ശ്രമിക്കും. ഇവിടെ വോളിയം എന്ന് പറയുന്നത് 4 ആണ്, ഇവിടെ വോളിയം എന്ന് പറയുന്നത് 2 ആണ്. അല്ലേ? അപ്പോൾ വോളിയം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി റിയാക്ഷൻ നല്ല രീതിയിൽ ഫോർവേഡ് ഡയറക്ഷനിൽ പ്രൊസീഡ് ചെയ്യും. കൂടുതൽ അമോണിയ നമുക്ക് കിട്ടും. റൈറ്റ്? കൂടുതൽ അമോണിയ കിട്ടും. സോ ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് അയൺ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, അയൺ. സോ ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് എസ് ഹാബർ പ്രോസസ്. ഇപ്പം നമ്മൾ ഏതൊക്കെ കണ്ടു? റിയാക്ഷൻ വിത്ത് ഹലജൻസ്, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ, റിയാക്ഷൻ വിത്ത് നൈട്രജൻ. നോൺ മെറ്റൽസുമായുള്ള റിയാക്ഷൻസ് ആണ് കണ്ടത്. എങ്കിൽ അടുത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ഹൈഡ്രജൻ ആരുമായി റിയാക്ട് ചെയ്യാണ്? മെറ്റൽസുമായി റിയാക്ട് ചെയ്യാണ്. മെറ്റൽസ്. ഹിയർ യു ക്യാൻ സീ ദ റിയാക്ഷൻ. മെറ്റൽസുമായി ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ ഏത് മെറ്റൽസ്? ഹൈലി ഇലക്ട്രോപോസിറ്റീവായ മെറ്റൽസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലേ? ആരാണ് ഈ ഹൈലി ഇലക്ട്രോപോസിറ്റീവായ മെറ്റൽസ്? ദാറ്റ്സ് ഇറ്റ്, എസ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മുടെ ആൽക്കലി മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അപ്പോൾ ഈ എം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജനറലി ഇലക്ട്രോപോസിറ്റീവായ മെറ്റൽസിനെയാണ്. ഈ കേസിൽ ആൽക്കലി മെറ്റലിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ ആൽക്കലി മെറ്റൽസുമായി ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാണ്. കുട്ടികളെ, ആൽക്കലി മെറ്റൽസ് ഹൈലി ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ ആൽക്കലി മെറ്റൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. ആൽക്കലി മെറ്റൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണെ ഹൈഡ്രജൻ വാങ്ങേണ്ടി വരും. അപ്പോൾ ആൽക്കലി മെറ്റൽ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോവും? M+ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോവും. ശരിയല്ലേ? M+ എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് പോവും. ഹൈഡ്രജൻ ഈ ഇലക്ട്രോണെ സ്വീകരിക്കുമ്പോൾ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആവും. ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് മെറ്റൽ ഹൈഡ്രൈഡ്സ്. വരുന്നുണ്ട് ഡീറ്റെയിൽഡായി പഠിക്കാൻ, അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത എന്താണ്? റിയാക്ഷൻ വിത്ത് മെറ്റൽ അയോൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ്. മെറ്റൽ അയോൺസ് ആയിട്ടും മെറ്റൽ ഓക്സൈഡ്സ് ആയിട്ടുമുള്ള ഹൈഡ്രജന്റെ റിയാക്ഷൻ നോക്കൂ. പെലേഡിയം അയോൺസ് Pd2+, അല്ലെങ്കിൽ കോപ്പർ അയോൺ Cu2+. ഈ അയോൺസ് വെള്ളത്തിലുണ്ടെന്ന് വിചാരിക്കൂ. പെലേഡിയം അയോൺസും Cu2+ അയോൺസും വെള്ളത്തിലുണ്ടെന്ന് കരുതൂ. നിങ്ങൾ അതിലൂടെ ഹൈഡ്രജൻ ഗ്യാസിനെ പാസ് ചെയ്യൂ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഹൈഡ്രജൻ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമെങ്കിൽ 2 ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. അതോടുകൂടി ആ ഇലക്ട്രോണെ കിട്ടുന്ന പെലേഡിയം 2+ ആരായി മാറും? പെലേഡിയം എന്ന ആറ്റമായി മാറും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതോടുകൂടി ഹൈഡ്രജൻ ആരായി മാറും? H+ അയോൺസ് ആയി മാറും. ഇല്ലേ? അങ്ങനെയാണ് സൊല്യൂഷനിലേക്ക് ആരിറങ്ങി പോകുന്നത്? H+ അയോൺസ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മെറ്റൽ അയോൺസ് സൊല്യൂഷനിലേക്ക് എടുക്കായിരുന്നു, അതിലൂടെ ഹൈഡ്രജൻ ഗ്യാസിനെ ബബിൾ ചെയ്തു, അപ്പോൾ മെറ്റൽ പുറത്തേക്ക് വന്നു. മെറ്റലർജി, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് അല്ലേ? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, വാട്ട് വി ആർ സിംപ്ലി കോളിംഗ് ആസ് metallurgy. Now here also you can see another reaction. This is a metal oxide. MxOY is a metal oxide. ഞാൻ ഇതിനെ ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ ഇതിലെ ഓക്സിജനെ വലിച്ചെടുക്കും and it turns into water. ആ സമയത്ത് മെറ്റൽ ഫ്രീ ആയി പുറത്തേക്ക് വരില്ലേ? അപ്പോൾ ഇതും മെറ്റലർജിക്ക് ഒരു എക്സാമ്പിളായി പറഞ്ഞൂടെ? അതാണ് മെറ്റൽ അയോൺസിനെയും മെറ്റൽ ഓക്സൈഡ്സിനെയും ഹൈഡ്രജൻ വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടുമെന്ന് പറയുന്നത്? മെറ്റൽസിനെ കിട്ടും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ, എല്ലാ മെറ്റൽ അയോൺസിനെ വെച്ച് ഹൈഡ്രജനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽ പുറത്തേക്ക് വരുമെന്ന്? ഇല്ല. അത് നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷനകത്ത് ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചിട്ടുണ്ടാവും. ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പ്രകാരം ഹൈഡ്രജൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0, അതിനേക്കാൾ കുറഞ്ഞ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള ആൾക്കാരെ മാത്രമേ അതിനേക്കാൾ കൂടിയ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള ആൾക്കാരെ മാത്രമേ മെറ്റലാക്കി മാറ്റാൻ ഹൈഡ്രജനെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ Na+, K+, Mg2+, Al3+നെ ഒന്നും കറസ്പോണ്ടിങ് മെറ്റലാക്കി മാറ്റാൻ ഹൈഡ്രജൻ വിചാരിച്ചാൽ പറ്റില്ല. ഹൈഡ്രജനേക്കാൾ കൂടിയ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള Cu2+, Pd2+, ഇങ്ങനെയുള്ള ആൾക്കാരെ മെറ്റലാക്കി മാറ്റാനാണ് ഹൈഡ്രജനെ കൊണ്ട് സാധിക്കുള്ളൂ. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. സോ ദാറ്റ്സ് അബൌട്ട് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, അയോൺസ് ആൻഡ് മെറ്റൽ ഓക്സൈഡ്സ്. നെക്സ്റ്റ് വൺ യു ക്യാൻ സീ റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഹൈഡ്രജൻ ഓർഗാനിക് കോമ്പൗണ്ട്സുമായി റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി എടുക്കുമ്പോൾ ഹൈഡ്രജനെ ആഡ് ചെയ്യലും ഹൈഡ്രജനെ റിമൂവ് ചെയ്യലും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കും. ഇവിടെ തൽക്കാലം നമുക്ക് ഹൈഡ്രജനുമായിട്ടുള്ള റിയാക്ഷന് എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു കേസ് മാത്രം പറയുന്നു. ഹിയർ യു ക്യാൻ സീ ദ സ്പെസിഫിക് കേസസ്. ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ, വെരി ഇമ്പോർട്ടൻറ്റ്. Hydrogenation of vegetable oil. This is what we are calling as hardening of oil. Hydrogenation of vegetable oil is what we are calling as hardening of oil. And this process is carried out in the presence of nickel as catalyst. And the product obtained is what we are calling as vanaspati. Vanaspati, or we can call it as margarine. So this will be the product obtained. നമ്മുടെ വനസ്പതി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, ഈ ഡാൽഡയൊക്കെ ഉണ്ടല്ലോ, ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇവിടെ പറയുന്നത്. മറക്കരുത്, ദ പ്രോസസ് നോൺ ആസ് ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഹാർഡനിങ് ഓഫ് ഓയിൽ. ആൻഡ് ഹിയർ ദ കാറ്റലിസ്റ്റ് യൂസ് ദിസ് നിക്കൽ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എൻട്രൻസ് എക്സാമുകളുടെ ഇഷ്ട ചോദ്യം. രണ്ടാമത്തത്, ഹൈഡ്രോ ഫോർമുലേഷൻ ഓഫ് ഒലിഫീൻസ്. ഒലിഫീൻസ് ഈസ് അനദർ നെയിം ഫോർ ആൽക്കീൻസ്. അപ്പോൾ ആൽക്കീൻസിനെ നമ്മൾ റിയാക്ട് ചെയ്യിക്കാൻ പോവുകയാണ്. You know, this is an alkene. എന്തുകൊണ്ടാണ് മക്കൾ ഇതിനെ ആൽക്കീൻ എന്ന് വിളിക്കുന്നത്? You can see the presence of a double bond. That's why it's an alkene. ആൽക്കീനെ ആരെ വെച്ച് ട്രീറ്റ് ചെയ്യുന്നു? പറ.
ദാറ്റ്സ് ഇറ്റ്. വാട്ടർ ഗ്യാസ്. ആൽക്കീനും വാട്ടർ ഗ്യാസും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു ആൽഡിഹൈഡ് ഫോം ചെയ്യും. ആൽഡിഹൈഡ്. ഓർഗാനിക് കെമിസ്ട്രി ഇതിൻ്റെ മെക്കാനിസങ്ങളൊക്കെ പഠിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആൽക്കീൻ വെൻ റിയാക്ട്സ് വിത്ത് വാട്ടർ ഗ്യാസ് യു വിൽ ഗെറ്റ് എൻ ആൽഡിഹൈഡ്. ആൻഡ് റിമെമ്പർ, ആൽക്കീനകത്ത് എത്ര കാർബണാറ്റമാണോ ഉള്ളത് അതിനേക്കാൾ ഒരു കാർബണാറ്റം കൂടുതലുള്ള ആൽഡിഹൈഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. അപ്പം ഇനി 6 നോക്കണ്ട. സി 2 കാർബൺ ഉണ്ട്. ഇവിടെ എത്ര കാർബൺ നോക്ക്? 3 ഉണ്ട്. ഇസന്റ് ഇറ്റ്? സോ ആൽഡിഹൈഡ് കിട്ടും. ഈ ആൽഡിഹൈഡിനെ വീണ്ടും ഹൈഡ്രജൻ വെച്ച് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രി പഠിക്കും, ആൽഡിഹൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ദ പ്രൊഡക്റ്റ് ഓബ്റ്റൈൻഡ് വിൽ ബി ആൽക്കഹോൾ. നിങ്ങൾക്ക് കിട്ടുന്നത് ആരെയാണ്? ആൽക്കഹോളിനെയാണ്. ആൽക്കഹോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് കേട്ടോ OH എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. OH. ആൽഡിഹൈഡ് ആണ് CHO എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇപ്പോൾ അത് ക്ലിയർ ആയി ഉണ്ടാവും. So this reaction is what we are calling as hydroformylation of olefins, in which we are initially getting aldehyde, which on further reduction we will get the ultimate product what we are calling as alcohol. എല്ലാവർക്കും റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ലെറ്റ് us discuss the next topic, the uses of hydrogen. ഹൈഡ്രജൻ്റെ യൂസസ് ആണ് നമുക്കിനി നോക്കാനുള്ളത് കേട്ടോ. യൂസസ് ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ യൂസസിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഹൈഡ്രജൻ നോക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ തന്നെയാണ് ഹൈഡ്രജൻ്റെ യൂസസ് ഒക്കെ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഹൈഡ്രജൻ? സി ദ ഫസ്റ്റ് വൺ. ദ ലാർജസ്റ്റ് സിംഗിൾ യൂസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ദ സിന്തസിസ് ഓഫ് അമോണിയ. അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അമോണിയ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ അമോണിയ ഉപയോഗിച്ച് കുറേ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമോണിയം ഫോസ്ഫേറ്റ് പോലുള്ള ഒരുപാട് വളങ്ങൾ, നൈട്രിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അമോണിയനാണ്. അപ്പോൾ അമോണിയൻ ഉണ്ടാക്കാൻ ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞു വനസ്പതി ഉണ്ടാക്കാൻ വേണ്ടി ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ വാട്ടർ ഗ്യാസ് എന്ന് പറയുന്ന ആളെ കൊബാൾട്ട് എന്ന കാറ്റലിസ്റ്റിൻ്റെ മേലെ കൂടെ പാസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മീഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കാം, മെത്തനോൾ. ഡോണ്ട് യു റിമെമ്പർ എ ക്വസ്റ്റ്യൻ? വൈ COH2 വാട്ടർ ഗ്യാസ് ഈസ് നോൺ ആസ് സിന്തസിസ് ഗ്യാസ്? ഞാൻ പറഞ്ഞു ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് മെനി കെമിക്കൽസ് എന്ന് പറഞ്ഞു. അതിലൊരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, ഹൈഡ്രോഫോർമുലേഷൻ ഓഫ് ഒലിഫിൻസ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇതാ കാണുന്നു, മീഥൈൽ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനിലും നമ്മൾ വാട്ടർ ഗ്യാസിനെ ഉപയോഗിക്കാറുണ്ട്. സോ വാട്ടർ ഗ്യാസ് ഓൺ using cobalt catalyst we can convert it into methyl alcohol. Now മറ്റൊരു യൂസ് എന്താണ്? മെറ്റൽ ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കണ്ടില്ലേ, H2+2M gives 2MH. മെറ്റൽ ഹൈഡ്രൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രജനെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതിനുശേഷം ഹൈഡ്രജനും ക്ലോറിനും തമ്മിലുള്ള റിയാക്ഷൻ വഴി നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റും. അടുത്ത യൂസ്, മെറ്റലർജിയിൽ എന്തിനു യൂസ് ചെയ്യുന്നു? ഹൈഡ്രജനെ യൂസ് ചെയ്യുന്നു. പറഞ്ഞില്ലേ, മെറ്റൽ അയോൺസ് അടങ്ങുന്ന സൊല്യൂഷനിൽ നിന്നും മെറ്റൽ ഓക്സൈഡ്സിൽ നിന്നും മെറ്റലിനെ പുറത്തേക്ക് എടുക്കാൻ ഹൈഡ്രജനെ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് മെറ്റലർജിക്കൽ പ്രോസസ്. ദെൻ അഗെയിൻ യു ക്യാൻ സീ അറ്റോമിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ്. ഇതെന്താണ് ഈ സംഗതി? അറ്റോമിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സി ഹൈഡ്രജൻ ടോർച്ചസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 മെറ്റൽ പീസുകളെ തമ്മിൽ വെൽഡ് ചെയ്ത് ഒന്നിപ്പിക്കണം എന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസിനെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് മാറ്റണം, പൊട്ടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദ മെറ്റൽ പീസ്. ഇതാണ് ആ മെറ്റൽ പീസ് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ അറ്റോമിക് ഹൈഡ്രജൻ, അതായത് ഹൈഡ്രജൻ്റെ ആറ്റംസ്, അതിന് 2 പേരെയും ഈ മെറ്റലിൻ്റെ സർഫസിൽ വെച്ച് കൂടിച്ചേരാൻ അനുവദിക്കുക. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളായി മാറില്ലേ? അങ്ങനെ ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളായി മാറുന്ന സമയത്ത് കണ്ടമാനം എനർജി റിലീസ് ചെയ്യും. അങ്ങനെ ഒരുപാട് എനർജി റിലീസ് ചെയ്യുമ്പോൾ ഈ മെറ്റലിൻ്റെ മുകളിൽ ടെമ്പറേച്ചർ അങ്ങോട്ട് റേസ് ആവും. മനസ്സിലായോ? ടെമ്പറേച്ചർ റേസ് ആവും. ടെമ്പറേച്ചർ റേസ് ആവുമ്പോൾ മെറ്റൽ പതുക്കെ മെൽട്ടാവും. അങ്ങനെ മെൽറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെറ്റലിനെ കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ആ മെൽറ്റ് ചെയ്തിരിക്കുന്ന ആ ഫോമിലേക്ക് മറ്റൊരു പീസ് ചേർത്ത് വെച്ചുകൊണ്ട് വെൽഡ് ചെയ്യാം, യോജിപ്പിക്കാം. ഇസ് ദ ക്ലിയർ? അതാണ് അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ചസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഓക്സി ഹൈഡ്രജൻ ടോർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അറ്റോമിക് ഹൈഡ്രജൻ ടോർച്ച് ഉപയോഗിച്ചാൽ മെറ്റൽ സർഫസിന് മുകളിൽ 4000 കെൽവിൻ 4000 കെൽവിൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും വരുമെന്നാണ് പറയുന്നത്. ആ ടെമ്പറേച്ചറിൽ മെറ്റൽ മെൽട്ടാകുമ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ വേറൊരു പീസ് അതിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂൾ ആവുന്ന സ്പേസ്,
ഓക്സി ഹൈഡ്രജൻ ടോർച്ചിൽ ഓക്സിജനും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്യുന്ന കേസാണ് വരുന്നത്. അപ്പോഴും കണ്ടമാനം എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. Then you can see the next use. It is used as a rocket fuel in space research. എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. Then you can see hydrogen is used in fuel cells. Fuel cells എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു സ്പെഷ്യൽ ടൈപ്പ് ബാറ്ററിയാണെന്ന് തൽക്കാലം മനസ്സിലാക്കുക. അതിൻ്റെ പ്രത്യേകത ഹൈഡ്രജനെ ബേൺ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജനെ ഓക്സിജനുമായി റിയാക്ട് ചെയ്യിക്കുന്നു. ആ സമയത്തുണ്ടാവുന്ന എനർജി നേരിട്ട് ദ കെമിക്കൽ എനർജി ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്നുള്ളതാണ് ഫ്യൂവൽ സെല്ലുകളുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ പഠിക്കാം? യുവർ +2 നിങ്ങളുടെ ക്ലാസ് 12 ഹൈഡ്രജൻ എന്ന ഇലക്ട്രോ കെമിസ്ട്രി എന്നൊരു ചാപ്റ്ററിനകത്ത് ഫ്യൂവൽ സെല്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി വരുന്നുണ്ട്. ഓക്കെ, ഡീറ്റെയിൽഡ് സ്റ്റഡി. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ യൂസസ് ഓഫ് ഹൈഡ്രജൻ. ഇത്രയുമാണ് ഹൈഡ്രജൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇവിടം കൊണ്ടും കഥ അവസാനിക്കുന്നില്ല. ഹൈഡ്രജൻ്റെ യൂസസിൽ ഒരു ചെറിയ ടോപ്പിക്കും കൂടിയും പെൻഡിങ് ഉണ്ട്. ആ ചെറിയ ടോപ്പിക്കിലേക്ക് നമ്മൾക്കൊന്ന് കടക്കാം. അത് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനമാണ് വരുന്നത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ എങ്കിൽ ഈ യൂണിറ്റിൻ്റെ എൻഡിൽ ഹൈഡ്രജൻ്റെ യൂസസിനെ പറ്റി ഒന്നും കൂടിയും അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹിയർ യു ക്യാൻ സീ ദ ടോപ്പിക് ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ. ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ ഇവിടെ കാണാം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറിച്ച് നോക്കൂ, ലാസ്റ്റ് പേജുകളിലേക്ക് വായോ. അപ്പോൾ ഈ ടോപ്പിക് കാണാൻ പറ്റും. ഹൈഡ്രജനെ ഒരു ഫ്യൂവലായി ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുന്നേ. ഹൈഡ്രജൻ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജനാണ്. അപ്പോൾ ഹൈഡ്രജനെ ഉപയോഗിച്ചുകൊണ്ട് ഹൈഡ്രജനെ ഫ്യൂവലായി ഉപയോഗിക്കുക എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകളുടെ വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ ഹൈഡ്രജനെ ഒരു ഫ്യൂവലായി ഉപയോഗിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? ഒന്ന്, ബൾക്കായിട്ടുള്ള ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ, ഹൈഡ്രജൻ്റെ സ്റ്റോറേജ്, ഹൈഡ്രജൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇതെല്ലാം ഒരു വലിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ഇക്കോണമി. വാട്ട് ഈസ് ഇറ്റ്? ഹൈഡ്രജൻ ഇക്കോണമി എന്നാണ് അതറിയപ്പെടുന്നത്. ഹൈഡ്രജൻ ഇക്കോണമി. യു ക്യാൻ സീ ഹിയർ ഹൈഡ്രജൻ ഇക്കോണമി. അപ്പോൾ ഹൈഡ്രജൻ ഇക്കോണമി ഈസ് നത്തിങ് ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ ഇക്കോണമി ഈസ് ദ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ലിക്വിഡ് ഫോം ഓർ ഗ്യാഷ്യസ് ഫോം ആസ് എ ഫ്യൂവൽ. ഒരു ഫ്യൂവലായിട്ട് ലിക്വിഡ് ഫോമിലോ ഗ്യാഷ്യസ് ഫോമിലോ ഉള്ള ഹൈഡ്രജൻ്റെ ട്രാൻസ്പോർട്ടേഷനും സ്റ്റോറേജിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ഇക്കോണമി. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഹൈഡ്രജനെ ഫ്യൂവലായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ന്യായമായ ചോദ്യം. ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എന്തായാലും അറിയാം. ഏതാണെന്നല്ലേ? ഹൈഡ്രജൻ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരാളല്ല. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഹൈഡ്രജൻ എന്തല്ല, പൊല്യൂഷൻ ഉണ്ടാക്കില്ല. ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഹൈഡ്രജൻ. കാരണം ഹൈഡ്രജൻ ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ആരുണ്ടാവുക? വാട്ടർ. വാട്ടർ ഒരു പൊല്യൂട്ടൻ്റ് ആണോ? നോ, നോ. അപ്പോൾ ഹൈഡ്രജനെ നമ്മൾ ഫ്യൂവലായി ഉപയോഗിച്ചാൽ പൊല്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. പക്ഷേ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്രൂഷ്യലായ ഒരു പോയിൻ്റ് ഉണ്ട്. എന്താണെന്നല്ലേ? ഹൈഡ്രജനെ നിങ്ങൾ ഫ്യൂവലായി ഉപയോഗിക്കുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാവുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരെയാണ് ഹൈഡ്രജനെ ഫ്യൂവലായി ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊല്യൂട്ടൻറ്റ്? പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു കളയും, ഹൈഡ്രജൻ ബേൺ ചെയ്യല്ലേ ചെയ്യണേ? അതെ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യല്ലേ ചെയ്യണേ? അതെ. വാട്ടറാണ് ഒരു പ്രൊഡക്റ്റ്, വാട്ടർ ഒരു പൊല്യൂട്ടൻ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തെ ആളാരായിരിക്കും? ഹൈഡ്രജൻ പെറോക്സൈഡ്. സാധ്യതയില്ലേ? ആ ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും പൊല്യൂട്ടൻ്റ് എന്ന്? അല്ല. പിന്നെ ആരാ പൊല്യൂട്ടൻ്റ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. സീ ദി സെന്റൻസ്. ഒന്ന് നോക്കിക്കേ കുട്ടികളെ, ഹൈഡ്രജനെ ഫ്യൂവലായി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പൊല്യൂട്ടൻ്റ് ആരാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി. സർ, നമ്മൾ ആരെയാണ് കത്തിക്കുന്നത്? ഹൈഡ്രജനെ. ഹൈഡ്രജനെ കത്തിക്കുമ്പോൾ എങ്ങനെയാണ് സർ നൈട്രജൻ്റെ ഓക്സൈഡ്സ് പുറത്തേക്ക് വരുന്നത്? അതിനെപ്പറ്റി ഇവർ പറയുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെ ഹൈഡ്രജനെ എടുത്താലും അതിൽ ചെറിയ തോതിൽ നൈട്രജൻ ഗ്യാസ് ഒരു ഇംപ്യൂരിറ്റി ആയിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഹൈഡ്രജനെ എത്രയൊക്കെ നിങ്ങൾ പ്യൂരിഫൈഡ് ഫോമിൽ എടുത്താലും അതിൻ്റെ കൂടെ ചെറിയ തോതിൽ ആരുണ്ടാവും? നൈട്രജൻ ഗ്യാസ് ഉണ്ടാവും. പിന്നീട് ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ കൂടെ കിടന്ന് ആരും കത്തും? നൈട്രജനും കത്തും. അങ്ങനെയാണ് നൈട്രജൻ്റെ ഓക്സൈഡ്സ് ഇമ്പ്യൂരിറ്റി ആയിട്ട്, പൊല്യൂട്ടൻ്റ് ആയിട്ട് പുറത്തു വരുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ചോദിക്കും, ഈ പ്രശ്നത്തിന് എന്താ പരിഹാരം? മാർഗം പറഞ്ഞുതരാം. ഹൈഡ്രജനെ ബേൺ ചെയ്യുന്ന കമ്പസ്റ്റൻ ചാമ്പറില്ലേ കുട്ടികളെ, ആ കമ്പസ്റ്റൻ ചാമ്പറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക. ആ കമ്പസ്റ്റൻ ചാമ്പറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുക. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ? ദ റിയാക്ഷൻ ടെമ്പറേച്ചർ ഗെറ്റ്സ് ലോവേർഡ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൈട്രജൻ കത്തില്ല, ഹൈഡ്രജൻ മാത്രമേ കത്തുള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? അത്തരത്തിലാണ്, ആ ഒരു രീതിയിലൂടെയാണ് ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്ന പൊല്യൂട്ടന്റിനെ പുറത്തു വരുത്താതെ നോക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആളെ കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന പൊല്യൂട്ടൻ്റ് ആരാണ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അതെങ്ങനെ സംഭവിച്ചു? ഹൈഡ്രജൻ എന്ന ഗ്യാസിൻ്റെ കൂടെ ചെറിയ തോതിൽ നൈട്രജൻ ഗ്യാസ് എന്ന ഇമ്പ്യൂരിറ്റി വന്നതുകൊണ്ട്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം? കമ്പസ്റ്റൻ ചാമ്പറിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ മതി. സോ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ? റിയാക്ഷൻ ടെമ്പറേച്ചർ താഴും. റിയാക്ഷൻ ടെമ്പറേച്ചർ താഴ്ന്ന എന്താ ഉണ്ടാവുക? പിന്നെ നൈട്രജൻ കത്തില്ലോ, പിന്നെ ആര് മാത്രമേ കത്തുള്ളൂ? ഹൈഡ്രജൻ മാത്രമേ കത്തുള്ളൂ. ദാറ്റ്സ് വേ വി ക്യാൻ കൺട്രോൾ ദ പൊല്യൂഷൻ. ആ രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. തീർന്നിട്ടില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഈ ഗ്യാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വെസൽസിനെ കുറിച്ചും ഇവരിവിടെ പറയുന്നുണ്ട്. യു ക്യാൻ സീ സ്പെഷ്യലി മെയ്ഡ് അലോയ്സ്. യു ക്യാൻ സീ ഹിയർ സോഡിയം നിക്കലൈഡ്, NaNi5, TiH2 പോലെയുള്ള അലോയികൾ കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ ടാങ്കുകളിലാണ് ആരെ സ്റ്റോർ ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസിനെ സ്റ്റോർ ചെയ്യുക എന്ന് പ്രത്യേകം അവരെടുത്ത് പറയുന്നു. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഹൈഡ്രജൻ ഉപയോഗിക്കുമ്പോഴുള്ള ഹൈഡ്രജൻ ഫ്യൂലായി ഉപയോഗിക്കുന്നതിന് പിന്നിലെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്തുണ്ടാക്കില്ല? പൊല്യൂഷൻ ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. കാരണം ഹൈഡ്രജൻ കത്തുമ്പോൾ വാട്ടറാണ് ഉണ്ടാവുക. ചെറിയ തോതിൽ നൈട്രജൻ്റെ ഓക്സൈഡ്സ് പൊല്യൂട്ടൻ്റായിട്ട് പുറത്തു വരുമെങ്കിലും അത് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണ്? ഈ ടേബിളാണ് രണ്ടാമത്തെ കാരണം. ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആൾക്കാരുടെ എനർജി വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൈഡ്രജൻ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ, ലിക്വിഡ് സ്റ്റേറ്റിൽ, നമ്മുടെ LPG കുക്കിംഗ് ഗ്യാസ്, മീഥെയിൻ, അതേപോലെ തന്നെ ഒക്ടെയിൻ, ഇതെല്ലാം വിവിധ ഫ്യൂവൽസാണ്. ഈ ഫ്യൂവൽസിനെ ബേൺ ചെയ്യുന്ന സമയത്ത് ഓരോന്നിൽ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അത് പല ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മോൾ കത്തിക്കുമ്പോൾ എത്ര എനർജി കിട്ടും, ഒരു ഗ്രാം കത്തിക്കുമ്പോൾ എത്ര എനർജി കിട്ടും, ഒരു ലിറ്റർ കത്തിക്കുമ്പോൾ എത്ര എനർജി കിട്ടും എന്നുള്ളത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കി വയ്ക്കണേ. നിങ്ങളുടെ +1 ഫൈനൽ എക്സാമിനേഷനിലൊന്നും ഇത് ചോദിച്ചെന്ന് വരില്ല, പക്ഷേ എൻട്രൻസ് എക്സാമിനേഷനിൽ ചോദിച്ചേക്കാം. അതായത് ഇൻ പെർ മോൾ, ഒരു മോൾ ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ, ഒരു മോൾ കത്തിക്കുമ്പോൾ ഇതിലാരാണ് ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് നൽകുക എന്നുള്ളത്. യു ക്യാൻ സീ ഒക്ടെയിൻ ആണ് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത്, അല്ലേ? അതേസമയം പെർ ഗ്രാം കത്തിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനർജി തരുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ആൻഡ് പെർ ലിറ്റർ ബേൺ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എനർജി തരുന്നതും ഒക്ടെയിൻ തന്നെയാണ്. അപ്പോൾ പെർ മോളിലും പെർ ലിറ്ററിലും ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുക ഒക്ടെയിൻ ആണ്. പക്ഷേ പെർ ഗ്രാമിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. രണ്ടാം സ്ഥാനത്ത് ഹൈഡ്രജൻ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ബാക്കി ആൾക്കാരൊക്കെ അതിൻ്റെ 1/3 ഒക്കെയാണ് എനർജി തരുന്നുള്ളൂ എന്ന് പറയാം. സോ ഈ ടേബിൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഒരു ഓർഡർ ഒന്ന് നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. ബോർഡ് എക്സാമിനേഷനൊന്നും ചോദിച്ചൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഹൈഡ്രജനെ ഫ്യൂലായി ഉപയോഗിക്കുന്ന ഈ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയറായി കാണുന്നു കരുതുന്നു. വലിയ തോതിൽ റിസർച്ചുകൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഹൈഡ്രജനെ നമ്മൾ ഫ്യൂലായി കണ്ടുപിടിക്കാൻ സാധിച്ചാൽ വളരെ കൺട്രോൾ, ഒരുപാട് നമ്മൾ അതിൻ്റെ സ്റ്റേജുകൾ പിന്നിട്ടിട്ടുണ്ട്. എങ്കിലും അങ്ങനെ സ്റ്റേജിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വലിയ തോതിൽ വിപ്ലവങ്ങൾ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഈ ഫ്യൂവൽ സെക്ടറിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഫ്യൂവലിന് വേണ്ടി ആശ്രയിക്കുന്നത് ആരെയാണ്? ഗൾഫ് കൺട്രീസിനെയാണ്, അല്ലേ? ഗൾഫ് കൺട്രീസിനെ. കാരണം അവരുടെ കയ്യിലാണ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സാധനമുള്ളൂ. അതിൽ നിന്നാണ് പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു സ്റ്റോറി സക്സസ് ആയാൽ, ഹൈഡ്രജനെ ഫ്യൂലായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, പിന്നെ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷൻ, അതിനുവേണ്ടി വെള്ളം ഒക്കെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നാൽ
അവിടെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ ചെല്ലും. സോ താല്പര്യമുള്ളവർ നല്ലപോലെ പഠിക്കൂ. നല്ലപോലെ പഠിച്ചതിന് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കയറി പറ്റൂ. അറിയാലോ, എൻട്രൻസ് എക്സാമിനേഷൻ ത്രൂ ആണ് അവിടേക്ക് പ്രവേശനമുള്ളൂ. അവിടേക്ക് കയറി പറ്റിയതിന് ശേഷം അവിടെ ഈ മേഖലകളുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിലേക്കൊക്കെ പ്രവേശിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തീർത്തത് ഹൈഡ്രജൻ എന്ന ടോപ്പിക്കാണ്. മറ്റൊരു സെഷനുമായി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ. താങ്ക് യു വെരി മച്ച്.